ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഇത് ഹെർമിറ്റ്സ് ടോക്സിന്റെ 901 ദിവസം. ഇന്ന് പെന്തിക്കോസ്തി പെരുന്നാൾ. ഇന്നത്തെ വിശുദ്ധ ഏവൻഗേലിയോൻ വായനകൾ എല്ലാം തന്നെ ശുദ്ധമുള്ള യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്നുള്ളതാണ്. യഹൂദന്മാരുടെ പ്രധാന പെരുന്നാളുകളിൽ ഒന്നാണ് പെന്തിക്കോസ്തി പെരുന്നാൾ. ഈ പെരുന്നാളിനെ വാരപ്പെരുന്നാൾ എന്നും വിളിക്കുന്നുണ്ട്. പെസഹ കഴിഞ്ഞ് 7 ആഴ്ചകൾ അല്ലെങ്കിൽ 7 ശാബത ദിനങ്ങൾ കഴിഞ്ഞാണ് വാരോത്സവ പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഇതിന് ഗ്രീക്ക് ഭാഷയിലുള്ള പദമാണ് പെന്റെക്കോസ്റ്റോസ്. അതിൽ നിന്നാണ് പെന്തിക്കോസ്തി എന്ന വാക്കുണ്ടായത്. 50ാമത്തെ എന്നുള്ള അർത്ഥമാണ് ഈ പദത്തിന് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ പെരുന്നാളിനെ 50ാം പെരുന്നാൾ എന്നും വിളിക്കുന്നുണ്ട്. പുതിയ നിയമ പെന്തിക്കോസ്തി മർക്കോസിന്റെ മാളികയിൽ അപ്പോസ്തോലന്മാരും വിശുദ്ധ കന്യകമറിയാം അമ്മയും ഉൾപ്പെടെ ഏകദേശം 120ഓളം ആളുകളുടെ മേൽ പരിശുദ്ധാത്മ ആവാസം ഉണ്ടായ ദിവസം. നമ്മൾ പെന്തിക്കോസ്തി പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ശുശ്രൂഷയിൽ 3 ക്രമങ്ങൾ, വെള്ളം തെളിപ്പിന്റെ 3 ക്രമങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇത് തൃത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. യോർദാൻ നദിയിൽ യേശു തമ്പുരാൻ യോഹന്നാനാൽ സ്നാനമേൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി, ഇവൻ എന്റെ പ്രിയപുത്രൻ. പ്രിയമുള്ളവരെ, പരിശുദ്ധ തൃത്വം അവിടെ നാം കാണുകയാണ്. നമ്മുടെ കർത്താവ് യേശു തമ്പുരാൻ തന്റെ ശിഷ്യന്മാരെ ഫലമേൽപ്പിക്കുമ്പോൾ അവരോട് പറയുന്നതും ഇത് തന്നെയാണ്. നിങ്ങൾ പോയി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുവിൻ എന്ന്. ഇന്നത്തെ വിശുദ്ധ ഏവൻഗേലിയോൻ ശുദ്ധമുള്ള യോഹന്നാൻ 15-ാം അധ്യായം 20 മുതൽ 16-ാം അധ്യായം 15 വരെയുള്ളതായ തിരുവചന ഭാഗങ്ങളിൽ ശിഷ്യന്മാരെ ഉറപ്പിക്കുകയും ഗുണദോഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഉണ്ടായേക്കാവുന്നതായ പ്രതിബന്ധങ്ങളെക്കുറിച്ചും അവയെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതായ പ്രബോധനങ്ങളും ഒക്കെ നാം കാണുന്നു. ഏറ്റവും ഒടുവിലായിട്ട് പരിശുദ്ധാത്മാവ് എന്ന ആശ്വാസപ്രദനെ നിങ്ങൾക്ക് അയച്ചു തരുമെന്നുള്ളതായ ഒരു ആശ്വാസത്തിന്റെ ദൂതും കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ പെന്തിക്കോസ്തി പെരുന്നാളിൽ ഞാനും നിങ്ങളുമൊക്കെ സംബന്ധിക്കുമ്പോൾ പരിശുദ്ധാത്മ കൃപ കൊണ്ട് നിറയുവാൻ തക്കവണ്ണം നമ്മെ തന്നെ ഒരുക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ദൈവസന്നിധിയിൽ ചേർന്ന് നിൽക്കുവാനും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനും നമുക്കിടയാകട്ടെ. ദൈവം അനുഗ്രഹിക്കും.